അത് പക്ഷെ അതേ സ്ഥാനത്ത് അനിമോലിട്ട് പറഞ്ഞോണ്ട് പറയാ എന്നെ വിളിച്ചിട്ട് മറ്റേ ജോർജിനെ വിളിച്ചിട്ട് മറ്റേ മനുഷ്യന്റെ മരുമോൻ 10 കോടി രൂപ പിടിച്ചെന്ന് കൊടുക്കാം പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ആദ്യമായി എന്നെ കാണാൻ പിടിക്കണമെന്ന് പറയും പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം പറയും എന്ത് ചെയ്യാൻ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ടോ ചെയ്യാം, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ 10 രൂപ കൊടുക്കാൻ പ്രശ്നം തീർക്കാവും. ഞാൻ പറയും മാണിസാറിന്റെ മൊത്തത്തിൽ കൊണ്ടിട്ട് തൂക്കിയാൽ ഞാൻ തോന്നൂല, ആള് മാറിപ്പോയി. മാണിസാറിന്റെ മൊത്തം കൊണ്ടിട്ട് തൂക്കിയാൽ ഞാൻ തോന്നൂല, ആള് മാറിപ്പോയി. അത് പറഞ്ഞു മറ്റേ രണ്ടാമത് 10 രൂപയ്ക്ക് കൊണ്ട് തരാന്ന് പറഞ്ഞു. 10 രൂപയും തരാം, മറ്റേ ഒരു അസോസിയേഷൻ കൊടുക്കും. 10 രൂപ ഒരു അസോസിയേഷനുള്ള പൈസ കൊടുത്തേക്കാം. 10 രൂപ എനിക്ക് പിന്നെ എനിക്ക് തന്നാലും പിന്നെ കൊച്ചിയിൽ ബാർ അസോസിയേഷൻ കോർ കമ്മിറ്റി യോഗത്തിൽ ബാർ ഉടമ ജോൺ കല്ലാട്ട ജോസ് കെ മാണിയുമായി നടത്തിയെന്ന് പറയപ്പെടുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു. ഞങ്ങള് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, വിജിലൻസും ഉണ്ടായിരുന്നു, ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാറിന് സഹായിക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് എല്ലാവരും നീങ്ങും, എല്ലാവരും തീരുമാനിച്ചു. അപ്പം സാറിന് ഡാമേജിനകത്ത രീതിയിൽ എല്ലാ കാര്യവും നമ്മൾ 100% സപ്പോർട്ട് ചെയ്തിരിക്കും. അതിന് എല്ലാം തീരുമാനിച്ചത്. അപ്പം എല്ലാവരുടെ ഭാഗത്തുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഭാഗത്തുള്ളൊരു ചെറിയ ഡിമാൻഡ് വെച്ചാൽ മുന്നോട്ട് നമുക്കിപ്പം കോടതിയിൽ കേസുകളുണ്ട്. ആ കോടതി നമുക്ക് അനുകൂലമായിട്ട് വിധിച്ച വന്നാൽ അതിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന സഹായം ചെയ്തു തരണം. പിന്നെ ഒരു അനുകൂല വിധി വന്നാൽ അതിന് പോയി പിന്നെ അപ്പീലിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന്. പിന്നെ വിജിലൻസിന് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു. വിജിലൻസിനെ അപ്പോ വിജിലൻസിന് ഇതിന്റെ കയ്യിൽ യാതൊരു ബുദ്ധിമുട്ടും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മള് അതിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് മറ്റേ നമുക്ക് പിന്നെ ഈ നിലപാട് മാറേണ്ടി വരും എന്നുള്ള നിലപാട്. അതായത് വിജിലൻസിന് ഒരു ബുദ്ധിമുട്ടും അതിന്റെ വെളിച്ചത്തിൽ ഉണ്ടാകരുത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞാല് കോടതിയിൽ ഗുണങ്ങളാണെങ്കിലും ഗുണമായ ഒരു വിധി കിട്ടുവാണെങ്കിൽ, ഫേവറബിളായിട്ടൊരു വിധി കിട്ടുവാണെങ്കിൽ അപ്പൊ അതിന്റെ മുകളിൽ പിന്നെ ഗവൺമെന്റ് അപ്പീലുമായിട്ട് പോയി നമ്മളെ പറയാനാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അല്ലാതെ അത് സിഎമ്മോട് സംസാരിക്കണം, നിങ്ങളുടെ ഭാഗത്ത് പോകുന്ന സിഎമ്മോട് പറയണം. അത് ഞങ്ങള് സിഎമ്മോട് ഞങ്ങൾ സൂചിപ്പിച്ചോളാം, സാറിനോട് സൂചിപ്പിച്ചോളാം. അത് നമ്മുടെ സാറിന്റെ ഭാഗത്തുനിന്ന് അതിനൊരു താല്പര്യം എടുക്കണം, ബുദ്ധിമുട്ടിക്കാതെ കേട്ടോ. അപ്പൊ ഞാൻ ബിജുവിന് കൊടുക്കാം. പ്രശ്നമല്ല, ബിജു അതിനകത്ത് പ്രശ്നമില്ല. എല്ലാവരും ഉണ്ട്. ഇടച്ചേരി ജോസഫുണ്ട്, വിജയനേഷുണ്ട്, അനിമോനുണ്ട്, പിന്നെ ഇന്ദ്രബാലനുണ്ട്, വിശ്വദാസ് ഉണ്ട്, കണ്ണനുണ്ട്, സുനിയുണ്ട്, ഞാനുണ്ട്. 8 പേരും കൂടി ഏകാണ്ടമായി എടുത്ത തീരുമാനമാണ്. ഇക്കാര്യത്തിൽ നമ്മൾ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട, അവതരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഞാൻ വിജയകാഴ്ച വേറൊരു പബ്ലിക് പ്രസ്താവനയോട് നടത്തുകയില്ല. വിശദാംശങ്ങൾ അനിൽ ഇമ്മാനുവൽ നൽകും. അനിൽ, കേസ് പിൻവലിക്കാനായി എന്ത് തരം ഇടപെടൽ നടത്തി എന്നാണ് ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട്